പിണറായി വിജയൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസ്. അത് ഏറ്റവും വലിയൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയും മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ആ സന്ദർഭം എന്തായിരുന്നു? ശ്രീനിവാസനുമായിട്ട് എത്രയോ തവണ സഹകരിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇൻ്റർവ്യൂവിനപ്പുറത്ത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി, തൻ്റേതായ നിലപാടുകൾ. ശ്രീനിവാസന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും CPM-നോടൊക്കെ ഇഷ്ടവും അനിഷ്ടവും നീരസവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പലതും സമ്മിശ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവതലങ്ങൾ. പക്ഷേ ശ്രീനിവാസൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങളും അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, എൻ്റെ ഇന്ന ചോദ്യം നിങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ഹ്രസ്വ പതിപ്പിൽ മാത്രമാണ് അതില്ലാത്തത്, പക്ഷേ അതിൻ്റെ പൂർണ്ണ പതിപ്പിൽ അതുണ്ട് എന്ന് ഞാൻ ശ്രീനിവാസനെ ബോധ്യപ്പെടുത്തി. ഒരുപക്ഷെ ആ ഒരു അഭിമുഖം അതിൽ ഇരുവരും തമ്മിലുള്ളൊരു രസതന്ത്രം കൂടിയുണ്ട്. എന്നാൽ കാരണം വെച്ചാൽ ഒരു നാടിൻ്റെ രസതന്ത്രമുണ്ട്. ശ്രീനിവാസൻ്റെ അച്ഛനെക്കുറിച്ചും ആ പാട്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, പാട്യം എന്നുള്ള നാട്ടിൽ നിന്നാണ് അദ്ദേഹം, അത് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനും വളരെ പരിചിതമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായിരുന്നു അദ്ദേഹം. അപ്പം അവർക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കെമിസ്ട്രി കണ്ടിരുന്നു. അതേസമയം തന്നെ ശ്രീനിവാസനുള്ള വിയോജിപ്പുകൾ അദ്ദേഹം കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതുപോലെ ഒട്ടേറെ പരിപാടികൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് ശ്രീനിവാസൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചെറിയ ശ്രീനിയും വലിയ ലോകവുമാണ്. എത്രയോ നൂറുകണക്കിന് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു. ഇപ്പോഴും ആ എപ്പിസോഡുകൾ ഡിജിറ്റൽ മീഡിയയിൽ വരുമ്പോൾ എത്രയോ പ്രേക്ഷകർ അതിനുണ്ടെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശ്രീനിവാസൻ വലിയൊരു പ്രതിഭയായിരുന്നു. ആ പ്രതിഭ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കളത്തിൽ വെക്കാൻ പറ്റുന്ന പ്രതിഭയായിരുന്നില്ല. എല്ലാ കളങ്ങളെയും എല്ലാ അതിർത്തികളെയും ഭേദിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. ഒരുപക്ഷെ ശ്രീനിവാസനെ പോലൊരു വ്യക്തി സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യധാര സിനിമയിലെ പ്രധാനപ്പെട്ട നടൻ ഇദ്ദേഹമായിരിക്കുമെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ ഏത് രൂപത്തിലായിരിക്കും നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം ഏത് തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാതുര്യം സന്നിവേശിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് മറ്റ് സിനിമകൾക്കും, ഞാനിപ്പം ഡൽഹിയിലൊക്കെ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുമ്പോൾ ഇപ്പം മലയാള സിനിമയെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ എടുത്തു പറയുന്ന ഒരു കഥാപാത്രം ശ്രീനിവാസൻ്റെയാണ്. ശ്രീനിവാസൻ്റെ പഴയ സിനിമകളിലേക്ക് ഇപ്പോൾ ഫഹദ് ഫാസിൻ്റെയോ ദുൽഖറിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ഒക്കെ സിനിമകൾ, അല്ലെങ്കിൽ മമ്മൂക്കയുടെയോ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയോ ഒക്കെ സിനിമകൾ കാണുന്ന ആൾക്കാർ അതിൻ്റെ ഹരത്തിൽ പഴയ സിനിമകളിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ അവിടെ അവർക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് ശ്രീനിവാസൻ്റെ സർഗസൃഷ്ടികളാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. ശ്രീനിവാസൻ്റെ ഒരു മേന്മ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കൂടി തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്.